കോഴിക്കോട് മുക്കത്ത് തെരുവുനായ ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക്. പെരുമ്പാവൂർ സ്വദേശിനി അർച്ചനയ്ക്കാണ് പരിക്കേറ്റത്. ഞാൻ സെയിൽസിന് പോവാന്ന് ഒരു വീട്ടിൽ കയറിയിട്ട് ഞാൻ അങ്ങോട്ട് പോവാന്ന്. അപ്പൊ പുറകെ വന്നാലും നായ കടിച്ചു. ഇത്രോളം മുറിവാകും. ആൾക്കാരൊക്കെ കൂടി വെള്ളം തന്നിട്ട് ഓട്ടോസ് കയറ്റി വിട്ടു. ദിൽഷ തിലകനുണ്ട് വിവരങ്ങളുമായി. ദിൽഷ, സെൻസസിന്റെ ഭാഗമെന്നോ മറ്റോ ആണ് പറയുന്നത് അവിടെ എത്തിയത്. പെരുമ്പാവൂർ സ്വദേശിയാണ്. കോഴിക്കോട് വെച്ചാണ് ഈ നായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വേറെ ആരെങ്കിലും ഈ തെരുവുനായ ആക്രമിച്ചിട്ടുണ്ടോ അവിടെ? ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് മുക്കത്ത്. അതായത് മുക്കം അങ്ങാടിയിൽ ഇവർ ഈ പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള അർച്ചനയ്ക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. അർച്ചന തൈലം വീക്കാനായിട്ട് അവിടെ എത്തിയതാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനിടെ തെരുവുനായ അർച്ചനയെ ആക്രമിക്കുകയായിരുന്നു. അർച്ചനയ്ക്ക് ഇടത് കാലിനാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഉടനെ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അർച്ചനയെ മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അർച്ചനയ്ക്ക് ഇടത് കാലിന് പരിക്കേറ്റിട്ടുണ്ട്. ആഴത്തിൽ മുറിവുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്നും അറിഞ്ഞത്. ഉടനെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അർച്ചന ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഈ പ്രദേശത്ത് നേരത്തെയും തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളതാണ്. പരിസരവാസികളായ ഈ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളെ അടക്കം തെരുവുനായ ആക്രമിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. പ്രദേശവാസികൾ നേരത്തെയും ഇവിടെ ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായതായും ജനപ്രതിനിധികൾ ഇടപെടണമെന്ന് പറഞ്ഞ സമരമെല്ലാം നടത്തിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. ശരി, ദിൽഷ തിലകനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.